നമസ്കാരം. പിണറായിയുടെ തുറപ്പ് ചീട്ട് ഭാവന മഹാവിസ്മയം തീർക്കാൻ CPM തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ സർപ്രൈസ് ഒരുക്കാൻ CPM തയ്യാറെടുക്കുന്നു. അതിന്റെ സൂചനകൾ അങ്ങനെ ഒരുങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനകൾ, റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ VD സതീശനടക്കം പറയുകയും ആ വിസ്മയങ്ങൾ UDF മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വലിയ വിസ്മയത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള മഹാവിസ്മയങ്ങളുമായിട്ട് ഇപ്പോൾ CPM-ഉം പിണറായി വിജയനും ഒക്കെ മുന്നോട്ട് വരുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നവരുടെ ഒരു വലിയ പട തന്നെയുണ്ട് CPM-നുള്ളിൽ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ജോൺ ബ്രിട്ടാസും MV നികേഷ് കുമാറും അടക്കമുള്ളവർ CPM-ന്റെ പാനലിൽ മത്സരിക്കാൻ പോകുന്നു. കൂടാതെ മലയാളികളുടെ പ്രിയതാരം ഭാവനയെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു പാർട്ടി തലപ്പത്തെ ആലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ് മഹാവിസ്മയം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്, അത്തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വലിയ ജനപിന്തുണയുള്ള ഭാവനയെ മത്സര രംഗത്ത് ഇറക്കുന്നതിലൂടെ കേരളം ആകമാനം വലിയ സ്വാധീനം ചെലുത്താനാകുമെന്ന് തന്നെയാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഭാവനയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ള വളരെ നല്ല നയസമീപനം എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ ഭാവനയ്ക്ക് ഈ രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ മത്സരത്തിലേക്കോ ഇറങ്ങി വരുവാനുള്ള ഒരു സാധ്യത കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം CPM-ന്റെ രാജ്യസഭാ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ്, CPM-ന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നികേഷ് കുമാർ, ഇവരെല്ലാവരും കണ്ണൂരിൽ നിന്നായിരിക്കും ജനവിധി തേടാൻ പോകുന്നത്. ഇപ്രാവശ്യം ബ്രിട്ടാസ് പേരാവൂരിൽ നിന്നായിരിക്കും മത്സരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒറ്റയടിക്ക് നമുക്ക് ഈ രണ്ടുപേരെ മാത്രമല്ല, ഒരു പുതിയ മഹാവിസ്മയം തീർക്കാൻ കരുത്തുള്ള ഒരു നടിയെ കൂടെ CPM-ന്റെ ഭാഗമാക്കി മാറ്റുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ പേരാവൂരിൽ മത്സരിക്കുന്ന ബ്രിട്ടാസ്, അവിടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് പേരാവൂരിലെ MLA. 2011 മുതൽ സണ്ണി ജോസഫാണ് പേരാവൂരിൽ നിന്ന് ജയിച്ചു വരുന്നതും. പരമ്പരാഗതമായിട്ടൊരു UDF മണ്ഡലമാണ് പേരാവൂർ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ 2006-ൽ KK ശൈലജ ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണയും സണ്ണി ജോസഫ് തന്നെയായിരിക്കും UDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ കഴിഞ്ഞ തവണ സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം വളരെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 3172 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു സണ്ണി ജോസഫ് 2021-ൽ ഈ പേരാവൂരിൽ നിന്ന് വിജയിച്ചു കയറിയത്. രാജ്യസഭാ MP ആയിട്ട് ബ്രിട്ടാസിന് 1 വർഷം കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. ബ്രിട്ടാസ് മത്സരിക്കാൻ എത്തുകയാണെന്നുണ്ടെങ്കിൽ മണ്ഡലം പിടിക്കാമെന്ന് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് ഏകദേശം 8 പഞ്ചായത്തുകൾ മാത്രമല്ല ഒരു മുനിസിപ്പാലിറ്റിയും ആണ് ഉള്ളത്. ഇവിടങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തുവാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 പഞ്ചായത്തിൽ മാത്രമാണ് LDF-ന് ജയിക്കാനായത്. പക്ഷേ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലും ഇടതിന് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രത്യേകത അവിടെയുണ്ട്. 5 പഞ്ചായത്തുകൾ UDF-നൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ 3 പഞ്ചായത്തുകൾ LDF-ൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായി. അതേസമയം ഈ തളിപ്പറമ്പിലാണ് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള നികേഷ് കുമാർ മത്സരിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ളത്. നിലവിൽ CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനാണ് തളിപ്പറമ്പിന്റെ MLA. പാർട്ടി സെക്രട്ടറി ആയതിനാൽ തന്നെ ഇത്തവണ ഗോവിന്ദൻ മത്സരിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് മത്സരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ ഒരു സ്ഥലം, അതായത് തളിപ്പറമ്പ് എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിലേക്ക് എത്തപ്പെടുന്നത് നികേഷ് കുമാർ ആയിരിക്കും. 2021-ൽ 22,989 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു MV ഗോവിന്ദന്റെ വിജയം എന്ന് പറയപ്പെടുന്നത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ ഏകദേശം 52.14% വോട്ട് വന്ന് ഗോവിന്ദനാണ് ലഭിച്ചത് എന്നുള്ളതാണ്. CPM-ന്റെ സംസ്ഥാന തന്നെ ഉറച്ച കോട്ടകളിലൊന്നാണ് ഈ തളിപ്പറമ്പ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഈ നികേഷ് കുമാറിനും ബ്രിട്ടാസിനും നൽകണ്ട, അല്ലെങ്കിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ വിജയിക്കുന്ന മണ്ഡലങ്ങൾ ഇവർക്ക് നൽകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിൽ തളിപ്പറമ്പും പേരാവൂരും ഒക്കെ ജോൺ ബ്രിട്ടാസിനും ഒപ്പം തന്നെ നികേഷ് കുമാറിനും നൽകുവാനുള്ള സാധ്യതയിലേക്ക് CPM ചെല്ലുന്നത്. ഇവിടെ പലപ്പോഴും നമുക്കറിയാം, ഈ നികേഷ് കുമാറിനെ പോലൊരു സ്ഥാനാർത്ഥി മുൻപ് അഴീക്കോട് മത്സരത്തിൽ മത്സരിച്ചിരുന്നു. പക്ഷേ അന്ന് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ CPM-ലായിരുന്നപ്പോൾ വിജയിച്ച് MLA ആയത് നികേഷിന്റെ പിതാവായിരുന്നു MV രാഘവൻ. MV രാഘവൻ ഇവിടുന്ന് വിജയിച്ച് MLA ആയി തളിപ്പറമ്പിൽ നിന്നാണ് വിജയിച്ചു വരുന്നത്. 2016-ൽ അതേസമയം നികേഷ് കുമാർ അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു. എന്നാൽ അന്ന് KM ഷാജിയോട് ദയനീയമായിട്ട് പരാജയപ്പെടുകയും ചെയ്തു. നിലവിൽ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ചുകൊണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ടുള്ള നികേഷ് കുമാർ ഇപ്പോൾ CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. ദേശാഭിമാനികളുടെയും ആകാശവാണികളുടെയും മാധ്യമ പ്രവർത്തനം ആരംഭിച്ച ബ്രിട്ടാസ് ദീർഘകാലമായിട്ട് CPM ചാനലായിട്ടുള്ള കൈരണി ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടറും എഡിറ്ററുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 2011
2011 മെയ് 4 മുതൽ 2013 മാർച്ച് 2 വരെ ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബിസിനസ് ഹെഡായിട്ടും ഒക്കെ ഈ ജോൺ ബ്രിട്ടാസ് പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിലെ രാജ്യസഭാ എം പി ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് 1 വർഷം കൂടിയാണ് രാജ്യസഭാ എം പി ആയിട്ട് പൂർത്തിയാക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പേരാവൂരിലേക്ക് CPM നാമനിർദ്ദേശം ചെയ്യുവാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന്, അതുപോലെ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്തുന്നത് നികേഷ് കുമാറാണ്. നികേഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പിച്ച മട്ടിലാണ് തളിപ്പറമ്പിൽ. കാരണം MV ഗോവിന്ദൻ മാസ്റ്റർ മത്സരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടേക്ക് എത്താൻ പോകുന്നത് നികേഷ് കുമാർ ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതുമായി ഈ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാവനയുടെ അഭിപ്രായം, ആ അഭിപ്രായം ഉടൻ ആരായാനാണ് CPM തയ്യാറാകുന്നത്. നടി സമ്മതം മൂളിയാൽ ഉടൻ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം വരും. ഇക്കാര്യത്തിൽ നിലവിൽ CPM ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ നടിയുമായിട്ട് ആശയവിനിമയം നടത്താനാണ് തീരുമാനമെന്ന് ചില മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്. മുൻ MLA ആയിട്ടുള്ള ആയിഷ പൊറ്റി CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെയാണ് കോൺഗ്രസ് അന്ന് വിസ്മയം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അതിലും വലിയ വിസ്മയം ഒരുക്കുമെന്ന് തന്നെയാണ് അന്ന് CPM കേന്ദ്രങ്ങൾ അനൗദ്യോഗികമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം നൽകി ഭാവനയെ കൂടി ഇവിടേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയിലെ പൊതുധാരണ എന്ന് പറയപ്പെടുന്നത് അങ്ങനെയാണ്. അത്തരത്തിലേക്കൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഭാവന കൂടി മത്സരിക്കാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ ഒരു സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണമോ അത്തരത്തിൽ ഭാവനയുമായി ബന്ധപ്പെട്ട് വരുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പോ ഒന്നും ലഭിച്ചിട്ടില്ല. എങ്കിലും പാർട്ടിയിൽ നിന്ന് ഇങ്ങനെയുള്ള ചില സൂചനകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. സീനിയർ നേതാവായിട്ടുള്ള CPMന്റെ സീനിയർ നേതാവായിട്ടുള്ള ആയിഷ പറ്റി കഴിഞ്ഞ ദിവസമാണ് CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. പാർട്ടിക്കേറ്റ തിരിച്ചടിയായിട്ട് തന്നെയാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഭാവനയെ പോലൊരു ജനപ്രിയ മുഖത്തെ കൊണ്ടുവരുന്നതിലൂടെ ആ ക്ഷീണം ചിലപ്പോൾ മാറ്റിയെടുക്കാൻ കരുതുന്നു എന്ന് പാർട്ടി കരുതുന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അല്ലെങ്കിൽ യുവനടി അതിനകത്ത് സമ്മതിക്കുമോ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരുവാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടാകുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം അവരുടെ സമ്മതം ലഭിച്ചിട്ടില്ല. അവരുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ പാർട്ടി എന്ന് തന്നെ അറിയില്ല. മാത്രമല്ല പാർട്ടിക്ക് ഇതുമായിട്ട് ഇതുവരെയും അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. യുവ വോട്ടർമാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും ഭാവനയുടെ സ്ഥാനാർത്ഥിത്വം വലിയ തരംഗമുണ്ടാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് CPM ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അന്തിമ തീരുമാനം ഭാവനയുടേതാകും. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘടിപ്പിച്ച വിവിധ ചടങ്ങുകളിലൊക്കെ ഭാവന പലപ്പോഴും അതിഥിയായിട്ട് എത്താറുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിലടക്കം മുഖ്യ അതിഥിയായിട്ട് ഭാവന സംബന്ധിച്ചിരുന്നു. വിവിധ സാമൂഹിക വിഷയങ്ങളിലൊക്കെ താരം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ അതിന് ഇടതുപക്ഷം വലിയ പിന്തുണയാണ് പലപ്പോഴും നൽകുന്നത്. മുഖ്യമന്ത്രിയായിട്ട് വലിയ അടുപ്പവും ഒക്കെ ഭാവനയ്ക്കുണ്ട്. ഈ സാഹചര്യത്തിൽ ഭാവന മത്സരിക്കുവാനുള്ള ഒരു സമ്മതം മൂളും എന്ന് തന്നെയാണ് പിണറായിയുടെയും ഒക്കെ പ്രതീക്ഷ. ഭാവന ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത അടക്കം മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു ആഘോഷമാക്കി ആ ഫേസ്ബുക്ക് പേജ് നിറയെ അത്തരത്തിലുള്ള ഫോട്ടോകളടക്കം ഇടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഭാവനയെ പോലൊരു നടിയെ, ജനപ്രിയ മുഖത്തെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ CPM കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു സോണിലേക്ക്, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അതുപോലെ തന്നെ വളരെ സുരക്ഷിതമായിട്ടുള്ള മണ്ഡലത്തിലേക്ക് അവരെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. അത് പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ചലനം ഉണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുമാണ് ഉണ്ടാകുന്നത്. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും, ഇനി ഭാവന അതിനൊക്കെ സമ്മതിക്കുമോ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ചോ ഒക്കെ ഒരിക്കലും ചിലപ്പോൾ ചിന്തിക്കാത്ത ഒരു വ്യക്തി കൂടിയായിരിക്കും ഭാവന എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ അഭിപ്രായമോ മുഖ്യമന്ത്രി ഡയറക്റ്റായിട്ട് അത്തരത്തിലുള്ള അഭ്യർത്ഥന നടത്തുകയോ ചെയ്താൽ ചിലപ്പോൾ അവർ അതിന് സമ്മതിച്ചേക്കാം. പക്ഷെ അതിൻ്റെയൊക്കെ സാധ്യതകൾ വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ എന്നുള്ളതാണ് പ്രാധാന്യം നൽകുന്ന വിഷയം. അതുകൊണ്ട് തന്നെ ഒരു മഹാവിസ്മയം തീർക്കുമെന്ന് CPM പറഞ്ഞത് ഇത്തരത്തിലുള്ള ചില സ്ഥാനാർത്ഥി നിർണയങ്ങളിലൂടെ ആയിരിക്കും. ഇതിലും വലിയ ചിലപ്പോൾ ചില മഹാവിസ്മയങ്ങൾ CPM പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണുകയും ചെയ്യാം. ഇവിടെ നടൻ മുകേഷ് അടക്കമുള്ളവരെ ഇത്തവണ CPM മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് ഒരു അവസരം ഒരുക്കുവാനുള്ള സാഹചര്യം എത്തുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഭാവനയടക്കം പ്രധാനമായിട്ടും ഇതിലേക്ക് പാർട്ടി പരിഗണിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമൊന്നുമായിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് ഭാവനയുടെ തീരുമാനത്തിന് ശേഷമായിരിക്കും.